ഈ 35 സെൻറ്റിലാണെങ്കിൽ ഇഷ്ടം പോലെ ഫലവൃക്ഷങ്ങളാണ്. ഇതുണ്ട ചക്കയൊക്കെ ഉണ്ടായി കിടക്കണണ്ട, ഇഷ്ടം പോലെ പ്ലാവും തെങ്ങും കാര്യങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ. പറമ്പ് ഉണ്ടല്ലേ, നിങ്ങൾക്കിനി അത്യാവശ്യം പച്ചക്കറിയും കാര്യങ്ങളൊക്കെ കൃഷി ചെയ്യാനുള്ള സ്ഥലമുണ്ട്. വാഴയിൽ എന്തായാലും കൃഷി ചെയ്യാനുള്ള സ്ഥലവുമുണ്ട്. നമുക്ക് വിഷാംശമൊന്നുമില്ലാത്ത ഭക്ഷണം കഴിക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഈ വീടിനൊരു ലൈക്ക് അടിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ ഹൈപ്പ് അടിക്കാനും. ഇതാണ് തേങ്ങയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, ഇഷ്ടം പോലെ തേങ്ങയാണ്. ഇത് മാത്രമല്ല, ഈ ഒരു തെങ്ങല്ല കേട്ടോ, ഇത് നമ്മുടെ ഹാളിൽ നിങ്ങളുടെ പുറത്തോട്ട് തന്നെ ഒരു ഏരിയ ഉണ്ട്. അത് ഞാൻ ഹാളിൽ കൂടി തന്നെ വന്ന് കാണിച്ചു തരാം. ഇത് അടുത്ത തെങ്ങ് കണ്ട, അത് നമുക്ക് ഇഷ്ടം പോലെ തേങ്ങയാണ്. ഇതിന് ബാക്കിലൊരു ഷെഡുണ്ട്, ഇവരുടെ ഈ വർക്കിൻ്റെ പുള്ളിക്ക് കോൺട്രാക്ട് കൊടുക്കണം, അതിൻ്റെ സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് നോക്കണം. ഇതാണ് കേട്ടോ, ഇവിടെയും ഒരു തെങ്ങ് വെക്കണുണ്ട്. ഇതിന് 2 വേ ഉണ്ട് കേട്ടോ, അപ്പുറവും ഇപ്പുറവും വഴിയുണ്ട്. ഞാൻ ഫ്രണ്ടിലത്തെ വഴി കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് തേങ്ങക്കും ഫ്രൂട്ട്സിനൊന്നും ഒരു കുറവില്ല. വീടിൻ്റെ ലുക്ക് കണ്ട, പക്കാ ലുക്കൊരു വീടാണ്, എല്ലാ സൗകര്യവും ഉള്ളത്. അപ്പോൾ ലൈക്ക് അടിക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. കാരണം ഈ ചാനൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും. കേരളത്തിൽ എവിടെയെങ്കിലും ഒരു വീട് വാങ്ങാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ മാത്രം ഈ വീടിൻ്റെ അകത്തെ കാഴ്ചകളാണ് കാണേണ്ടത്. കാണാനുണ്ട്, കാരണം അത്രയും നല്ല രീതിക്ക് ഫിനിഷ് ചെയ്തേക്കുന്ന ഒരു വീടാണിത്. നമുക്കിതിൻ്റെ ചുറ്റുപാടും കാര്യങ്ങളൊക്കെ അങ്ങോട്ട് കണ്ട് കറങ്ങി ഇപ്പുറത്തേക്ക് വരാം. കാരണം ഈ വീടിൻ്റെ പരിസരം മുഴുവൻ നിങ്ങൾക്ക് കണ്ട് മനസ്സിലാക്കണ്ടേ, എന്നാലും നമുക്കിത് പൂർണ്ണമാകുള്ളൂ. ഇതാണ് ഞാൻ നിങ്ങളെ നേരത്തെ കാണിച്ചില്ലേ, ഫസ്റ്റ് തന്നെ കാണിച്ച ആ പ്ലാവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാണെങ്കിൽ അധികം പൊക്കം വെക്കാത്ത പ്ലാവാണ്, പടന്ന് നിൽക്കണേണ്, നല്ല ചക്കയമാണ്. ഇത് അതേ കൂടെ തുറണം തന്നെ തൊട്ടിപ്പുറത്ത് നിൽപ്പുണ്ട്. 2 വെറൈറ്റിയാണ്. പിന്നെ ഇവിടെയാണെങ്കിൽ നമുക്കൊന്ന് ക്ലീൻ ചെയ്തൊക്കെ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഇവരെ ഒന്നും കൃഷിയൊന്നും ചെയ്യണില്ല, അവിടെ ഒന്ന് ക്ലീൻ ചെയ്തൊക്കെ സെറ്റ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ അത്യാവശ്യം കുറച്ച് വാഴയും പച്ചക്കറിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ വിഷമില്ലാത്ത പച്ചക്കറിയും ഫ്രൂട്ട്സൊക്കെ കഴിക്കാൻ പറ്റും. ഇത് വീടിൻ്റെ മുകളിലോട്ട് കയറാനുള്ള ഉണ്ടോ, ആ പുറത്തേക്കൂടെയുള്ള കോണി ഉണ്ട്. ഇത് ബാക്കാണ്ട്. ഇവിടെ വേണമെങ്കിൽ നിങ്ങൾക്കൊരു 2-3 വണ്ടി കൊണ്ടൊന്ന് പാർക്ക് ചെയ്യാം, അതിനുള്ള സ്പേസ് ഉണ്ട്. അല്ലാണ്ട് ഇവിടെ 2 വലിയ XUV പാർക്ക് ചെയ്യാനുള്ളൊരു കാർ പോർച്ച് ഉണ്ട്. ഇതിങ്ങനെ പണിതേക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ലക്ഷറി ടാക്സ് വരും. കാരണം വീടല്ലെങ്കിൽ തന്നെ 2900 സ്ക്വയർ ഫീറ്റ് ഉണ്ട്. അപ്പോൾ അതിനോട് ചേർന്ന് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ലക്ഷറി ടാക്സും കാര്യങ്ങളൊക്കെ ആവുമല്ലോ. അത് കാരണമാണ് അതങ്ങനെ. കാരണം ഇത് ഈ ഒറ്റ നില വീടാണ്, 2900 സ്ക്വയർ ഫീറ്റ് ഒറ്റ നില വീട് കണ്ട, കംപ്ലീറ്റ് ഇറ്റാലിയൻ മാർബിളാണ് ഇട്ടേക്കണം. സിറ്റ് ഔട്ടും ലിവിങ് ഏരിയ ഡൈനിങ് ഹാളൊക്കെ കംപ്ലീറ്റ്ലി ഇറ്റാലിയൻ മാർബിളാണ് ഇട്ടേക്കണം. വീടെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വന്തം ആവശ്യത്തിന് പണിതേക്കണ പറഞ്ഞു, ഒരു കോംപ്രമൈസും കാണിച്ചിട്ടില്ല. വീട് നല്ല ലക്ഷറി ലുക്ക് വീടാണ്. ഈ 2950 സ്ക്വയർ ഫീറ്റിൽ 5 ബെഡ്റൂമാണ്. ലിവിങ് ഏരിയയുടെയൊക്കെ വലിപ്പം നോക്കി നിങ്ങൾ കണ്ടോ, വലിയൊരു ലിവിങ് സ്പേസ്. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ വലിയൊരു TV ഏരിയ കൊടുത്തിട്ടുണ്ട്, ഒരു കോർട്ട് യാർഡ് കൊടുത്തിട്ടുണ്ട്. ഇത് ഇവിടെ നിങ്ങളുടെ ലിവിങ് ഏരിയയുടെ വലിപ്പം നോക്കി കണ്ട, എത്ര പേര് വന്നാലും ഇരുന്ന് സംസാരിക്കുക കണ്ട, അത്രയും വലിയൊരു ലിവിങ് ഏരിയയാണ് കൊടുത്തേക്കണം. ഈ കാണണം 3 ബെഡ്റൂം ആ ഒരു സൈഡിൽ, ലെഫ്റ്റ് സൈഡിൽ മാത്രം. ഞാൻ പുറത്തുനിന്ന് കാണിച്ചില്ലേ, ഹാളിൽ നിന്ന് ഇറങ്ങണ കോർട്ട് യാർഡിൻ്റെ ഭാഗം കണ്ട, ഇവിടെയാണ് TV സ്പേസ് കൊടുത്തേക്കണം. ഇനി നിങ്ങൾ ഡൈനിങ് സ്പേസൊക്കെ സെപ്പറേറ്റ് ആണ്. എല്ലാം ഞാൻ വ്യക്തമായിട്ട് കാണിച്ചു തരാം, എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണാം. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ഓഫീസ് റൂമാണ്. നമ്മൾ പുറത്തുനിന്ന് കണ്ടില്ലേ, പുറത്തുനിന്ന് ഞാൻ ലാസ്റ്റ് ഇത് കാണിച്ചു തരാം. കാരണം അത് പുറത്തേക്കൂടെ വരാം, ഈ ഡോറ് കണ്ട, ഇത് പുറത്തുനിന്ന് തുറക്കാൻ പറ്റും. നമുക്കപ്പോൾ ഇതൊരു ഓഫീസ് റൂമായിട്ട് ഉപയോഗിക്കാം. ഇതിപ്പോൾ ഇവിടെ ഒന്നും ചെയ്യണില്ല. പിന്നെ ഇവിടെ ഈ ലെഫ്റ്റ് സൈഡിലൊരു ബെഡ്റൂമാണ്, അത് ഞാൻ കാണിച്ചു തരാം ഇവിടെ നിന്നുണ്ട്. കാരണം അതിൻ്റെ അകത്ത് ഒരാൾ കിടപ്പണ്ടേ, അപ്പോൾ പുള്ള ഫാദർ അവിടെ കിടക്കണം. അത് കാരണം ഞാൻ അതിപ്പോൾ എടുക്കാൻ ഞാനിട്ട് കാണിച്ചു തരേണ്ട. റൂമിൻ്റെയൊക്കെ വലിപ്പം നോക്കി, എല്ലാ കബോർഡ് കാര്യങ്ങളെല്ലാനും തടിയിലാണ് കേട്ടോ കണ്ട, എല്ലാം നല്ല വലിപ്പമുള്ള റൂം. അതിൻ്റെ ഡ്രസ്സിങ് ഏരിയ കണ്ട, റൂമിൻ്റെയൊക്കെ വലിപ്പം നോക്കി, നല്ല വലിപ്പമുള്ള റൂമുകളാണ്. ഇതേ ബാത്റൂം കണ്ട, ബാത്റൂമിൻ്റെയൊക്കെ ഒരു ലുക്ക് നോക്കി, ന്യൂജൻ ബാത്റൂം അങ്ങനെ തന്നെ പറയാം. കാരണം ഈ വീട് പുതിയ വീടാണ്, അധികം പഴക്കൂല, വെറും 5 വർഷം മാത്രമാണ് ഈ വീടിൻ്റെ പഴക്കം. കണ്ട, ഇത് അതേ കൂട്ട് സെയിം റൂം തന്നെയാണ്, അത്രയും വലിപ്പമുള്ള സെയിം റൂം തന്നെ. ഞാൻ അതിൻ്റെ ഉള്ളിൽ ആളുള്ള കാരണമാണ് എടുക്കാൻ. നിങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് കയറി കാണാം കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ ഡൈനിങ് ഹാള് കാണാം. ഡൈനിങ് ഹാളെല്ലാം സെപ്പറേറ്റ് ആണ് കണ്ടോ, അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു ഡൈനിങ് ഹാള്. ഇതാ വീടിൻ്റെ ഓണറാണ്ടത്. ഇതേ 4ാമത്തെ റൂം, അവിടെ 3 റൂം നിങ്ങൾ കണ്ടില്ലേ. ഇത് അതിൻ്റെ ഡ്രസ്സിങ് കബോർഡ്,
കണ്ടോ എല്ലാം തടിയിലാണ്. നമ്മളല്ല നല്ല ലക്ഷറി ഇതിൽ പണിതേക്കണ വീടാണ്. കണ്ട ഇപ്പോഴും പുതുപുത്തൻ പോലെ തന്നെ ഇരിക്കണം. ഒരു അഴുക്ക കാര്യങ്ങളോ ഒന്നുമില്ല. അത്രയും നല്ലൊരു വീടാണ്. ഇത് 5ാമത്തെ ബെഡ്റൂം. 2 ബെഡ്റൂം നല്ല വലുതും, ബാക്കി 3 പിന്നെ ഒരെണ്ണം ഓഫീസ് റൂം. പിന്നെ ഇതൊക്കെ ഈ ഒരു ടൈപ്പാണ്. ഇതും നല്ല വലിപ്പമുണ്ട്. നമ്മൾ ചെറുതെന്നൊന്നും പറയാൻ പാടില്ല. അത്യാവശ്യം നല്ല വലിപ്പമുള്ള വീടെന്ന് തന്നെ പറയാം. ഉണ്ടോ അതിൻ്റെ ഡ്രസ്സിങ് ഏരിയ, ബാത്റൂം കണ്ടോ ഇപ്പോഴും എന്ത് നീറ്റ് ആൻഡ് ക്ലീൻ ആണെന്ന് നോക്കി. കണ്ടാൽ പറയാം 5 വർഷം പഴക്കമുണ്ടെന്ന്. കാരണം അതുപോലെ സൂക്ഷിക്കണ വീടാണ്. ഈ വീടിൻ്റെ ലൊക്കേഷൻ വന്നത് മൂവാറ്റുപുഴ പിറവൻ റൂട്ടിലാണ് കേട്ടോ. മന്നത്തൂർ കവല ജംഗ്ഷനിൽ തന്നെയാണ് ഈ വീട്. അതായത് ഹൈവേന്ന് വെറും 100 മീറ്റർ മാത്രം. ഞാനത് ലാസ്റ്റ് കാണിച്ചുതരാം. ഈ വീട്ടിൽ നോക്കിയാൽ നമുക്ക് ഹൈവേ കാണാൻ പറ്റും. കാരണം അത്ര വെറും 100 മീറ്ററേ ഉള്ളൂ. നമുക്ക് ഈ വീട്ടിൽ നിന്ന് നേരെ ഇറങ്ങി ചെല്ലണത് നേരെ ഹൈവേയിലോട്ടാണ്. ഈ മന്നത്തൂർ കവല എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം വലിയൊരു ജംഗ്ഷനാണ് കേട്ടോ. ഇതേ വാഷ് കൗണ്ടർ ഏരിയ, ഇതേ ഒരു കോമൺ ബാത്റൂം, ബെഡ്റൂം എല്ലാവരും അറ്റാച്ച്ഡാണ് കേട്ടോ. അല്ലാണ്ട് ഒരെണ്ണം പോലും അറ്റാച്ച്ഡ് അല്ലാതില്ല. ദേ കിച്ചണൊക്കെ നോക്കി എന്ത് നീറ്റ് ആൻഡ് ക്ലീൻ ആണെന്ന് നോക്കിയപ്പോഴും കണ്ടാൽ പറയും നിങ്ങളൊരു 5 വർഷം പഴക്കമുള്ള വീടാണെന്നത് പറയൂല. അതുപോലെ സൂക്ഷിക്കണൊരു വീടാണ്. ഈ വീട് 35 സെൻറ്റ് സ്ഥലവും 2950 സ്ക്വയർ ഫീറ്റും. ഈ വീടിന് ചോദിക്കണ വില 1,65,00,000 രൂപയാണ്. റെഡി ക്യാഷും കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ പിന്നെയും എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. സ്റ്റോർ റൂം കണ്ടോ നല്ല കിച്ചൺ എന്ന് വെച്ചാൽ നല്ലൊരു കിച്ചൺ, സെക്കൻഡ് കിച്ചൺ എല്ലാം വേണ്ടി കണ്ടോ. ഡൈനിങ് ഏരിയ എല്ലാം സെപ്പറേറ്റ് ആണ്. അതൊക്കെ വലിയ ഹാള് തന്നെയാണ്. അപ്പോൾ ഇവർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയാണ് ചോദിക്കണം. കാരണം നമ്മൾ കാർ പോർച്ചും അപ്പുറവും ഇതൊക്കെ കൂടി കൂട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീടിൻ്റെ സ്ക്വയർ ഫീറ്റ് ഒരുപാട് 3500 മേളിൽ പോവും. അപ്പോൾ ഇതൊന്നും ഇല്ലാണ്ട് ഈ ഒരു കണ്ടീഷനിൽ ഇതെല്ലാത്തിനും കൂടി ചോദിക്കണത് 1,65,00,000 രൂപയാണ്. അപ്പോൾ ഇത് 3 ബെഡ്റൂം ഈ സൈഡിലാണ്. സീലിംഗ് വർക്കും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ടല്ലോ. ഞാനതൊക്കെ ആദ്യം കാണിക്കാം. ഞാൻ എല്ലായിടത്തും ഇൻറ്റീരിയൽ വർക്ക് കാര്യങ്ങളെല്ലാം പക്കയ്ക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ റെഡി ക്യാഷും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ന്യായമായിട്ട് എന്തെങ്കിലും കുറച്ച് തരാമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. ഞാൻ നിങ്ങൾ ആ ഓഫീസ് റൂമിൻ്റെ കാര്യം പറഞ്ഞില്ലേ, അത് കാണിച്ചു തരാം കേട്ടോ. നമ്മൾ ഇതിൽ കൂടെ അങ്ങനെ നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ അതിൻ്റെ അകത്തോട്ട് കയറാൻ പറ്റും. കണ്ടതേ ഇതാണ് ഓഫീസ് റൂമിൻ്റെ ഡോറ്. അപ്പോൾ ഓഫീസിലോട്ട് ആരെങ്കിലും നിങ്ങൾ ഇപ്പോൾ വല്ല ഡോക്ടർമാരൊക്കെയാണ് വാങ്ങിക്കണമെങ്കിൽ കൺസൾട്ടിങ് റൂമായിട്ട് ഉപയോഗിക്കാതെ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബിസിനസ്സുകാരാണെങ്കിലും ഓഫീസ് റൂമായിട്ട് ഉപയോഗിക്കുക. അപ്പോൾ പുറത്തുനിന്ന് ആരെങ്കിലും പന്നണമെങ്കിൽ നേരെ അവിടെ നിന്ന് കയറി സംസാരിക്കുക. അപ്പോൾ ഇതിൻ്റെ അകത്തോട്ട് കയറണമെന്നില്ല. കണ്ട കാർ പോർച്ചെല്ലാം പുറത്താണ്. കണ്ട 2 വലിയ XUV പാർക്ക് ചെയ്യാനുള്ള പോർച്ച് ഉണ്ട്. ഫ്രണ്ടിൽ തന്നെ ടാർ റോഡ്. ഇത് നേരെ ചെന്നിറങ്ങാണ്ടതേ ആ കാണുന്നത് ഹൈവേ ആണ്. ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം. വണ്ടി പോകണത് നിങ്ങൾക്ക് കാണാൻ പറ്റും. കണ്ട വണ്ടി പോകണ കണ്ട അതിൻ്റെ ഉള്ളിൽ കൂടെ നോക്കിയാൽ താഴത്തെ ചോന്നതിൻ്റെ ഉള്ളിൽ കൂടെ നോക്കി കഴിഞ്ഞാൽ വണ്ടി പോകുന്നത് കാണാം. ഞാനപ്പോൾ ഈ വീടിനെ കുറിച്ചുള്ള കംപ്ലീറ്റ് ഡീറ്റെയിലും പറഞ്ഞ് ഇനി ലൊക്കേഷൻ ഡീറ്റെയിലും പറഞ്ഞില്ലെന്ന് ആരും